ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് വത്സ സ്റ്റാൻലി. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാനൊരു അധ്യാപികയാണ്. ഇതെൻ്റെ ചേച്ചി റാണി ജോസഫ്. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളാണ് സിൽവി. അതെൻ്റെ മകൻ സ്റ്റിനറ്റ്. എനിക്ക് ഉണ്ടായ സൗഖ്യങ്ങളെന്ന് പറയണത് എനിക്ക് കുറച്ചധികം തന്നെ പറയാനുണ്ട്, പക്ഷേ മാക്സിമം ചുരുക്കി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ 2021 എൻ്റെ മൂത്ത ബ്രദർ വഴിക്കാണ് കൃപാസനത്തെക്കുറിച്ച് ഞാൻ അറിയുന്നത്. അന്ന് ബ്രദർ കൃപാസന പത്രം തന്നപ്പോൾ അത്ര സീരിയസ് ആയിട്ട് ഞാനത് വായിക്കുകയോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. അതിനുശേഷം 2023 മാർച്ച് മാസത്തിൽ എൻ്റെ മകന് +2 ബോർഡ് എക്സാം ആയിരുന്നു, CBC. അതിൻ്റെ സമയത്ത് എൻ്റെ മൂത്ത ബ്രദർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ കൃപാസനം തൈലം തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, കുരിശ് വരച്ച് മകനെ വിശ്വാസ പ്രമാണം ചൊല്ലി സ്കൂളിലേക്ക് വിടാൻ. എക്സാമിന് അങ്ങനെ വിട്ടു. ഞാൻ ആദ്യത്തെ ദിവസം വിട്ടു. 2ാം ദിവസം ഞാൻ വിടുന്ന സമയത്ത് വെറുതെ മാതാവിനോട് ചോദിച്ചു, മാതാവേ, ഒരു 80% മാർക്ക് എൻ്റെ മകന് കിട്ടിയിരുന്നെങ്കിലെന്ന്. പക്ഷേ ആ മാർക്ക് കേൾക്കുമ്പോൾ മറ്റു പലർക്കും ഇവിടെ അതിശയം തോന്നാം, കാരണം ഒരു 80% ഇപ്പോൾ മാർക്ക് കിട്ടാനായിട്ട് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ അതങ്ങനെ ഞാൻ ചോദിക്കാനൊരു കാര്യം ഉണ്ടായിരുന്നു. CBC സ്ട്രീമിൽ +1 ബോർഡ് എക്സാം ഇല്ല. +1 2021 ആ സമയത്ത് ഞാനൊരു അല്പം ഡിപ്രഷൻ ലെവലിലായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് 2020 ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചിരുന്നു. അപ്പം ഞാൻ മോൻ്റെ പഠിപ്പിൻ്റെ കാര്യമൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. ഞാൻ ആ സമയത്ത് കൊറോണയ്ക്ക് ആയതുകൊണ്ട് എനിക്കും സ്കൂളിൽ പോകേണ്ട വന്നില്ല. എന്നിട്ട് തന്നെ മകൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. പിന്നെ ശരിക്കും 2022 ഡിസംബറിൽ അവൻ്റെ മോഡൽ എക്സാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് അവനൊരു 55-60% മാർക്കേ ബോർഡ് എക്സാമിൽ കിട്ടൂ എന്ന്. അതെന്നെ വല്ലാതെ തളർത്തി. ആ സമയത്ത് എനിക്കറിയാം ലാസ്റ്റ് മൊമെൻറ്റിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. അങ്ങനെയാണ് ഇവനെ ഞാൻ കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി എൻ്റെ മകനെ ഞാൻ 2ാമത്തെ എക്സാമിന് വിടുന്ന ദിവസമാണ് ഞാൻ ആലോചിക്കുന്നത്, ദൈവമേ, എനിക്കൊരു 80%, അതെൻ്റെ അതിമോഹമാണെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ അതപ്പം തന്നെ ഒന്നുമില്ലാത്ത രീതിയിൽ അവസാനിപ്പിച്ചു. ആ എക്സാം അങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് അതിൻ്റെ കാര്യങ്ങൾ ഞാൻ വഴിയേ പറയാം. എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങൾക്ക് 2023 ഏപ്രിലിൽ ബ്രസ്റ്റ് ക്യാൻസർ ഐഡൻറ്റിഫൈ ചെയ്യാണ്. അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളും സർജറിക്കുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഡിസ്കഷനും കാര്യങ്ങളും കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ബ്രദറും ഞാനും കൂടിയിട്ട് ആ മകളുടെ വീട്ടിൽ പോവുകയും ഉടമ്പടി തൈലവും ഉപ്പൊക്കെ കൊടുത്തു, ആ പ്രാർത്ഥനാ പുസ്തകം കൊടുത്തു. ഒരു CSI വിശ്വാസിയാണ് എൻ്റെ ബ്രദറിൻ്റെ പെങ്ങൾ. ഞാനും എൻ്റെ ഹസ്ബൻഡും CSI ഇതാണ്. ഞാൻ പക്ഷേ ബേസിക്കലി ഞാനൊരു റോമൻ കാത്തലിക്കാണ്. അതുകൊണ്ട് എനിക്ക് ജപമാലയും കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നതിൽ എനിക്ക് കുറവൊന്നുമില്ലായിരുന്നു. അങ്ങനെ വന്നുകൊണ്ടിരുന്ന ആ സമയത്ത് മകളുടെ സർജറിയുടെ ഡേറ്റ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു, അത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ ചേച്ചിക്ക് മെയ് മാസത്തിൽ ഒരു തൈറോയിഡിൻ്റെ ഒരു പ്രശ്നമില്ലായിരുന്നു. കാരണം 8-9 വർഷമായിട്ട് തൈറോയിഡിൻ്റെ ഒരു ഗ്ലാൻഡിന് ഒരു നൊഡ്യൂൾസ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അതൊരു പ്രോബ്ലം ഉള്ളതല്ല, സർജറിയുടെ ആവശ്യമില്ല, മെഡിസിൻ്റെ ആവശ്യമില്ല. അത് നോർമലി ഒരു 3 മാസം കൂടുമ്പോഴുള്ള TSH ചെക്കപ്പൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം നോർമലായിരുന്നു. പക്ഷെ പെട്ടെന്ന് മെയ്യിൽ അതൊരു പ്രശ്നമായിട്ട് തോന്നുകയും ഡോക്ടർ സർജറി ചെയ്യാൻ പറയുകയും സർജറി ചെയ്തു. സർജറി നോർമൽ സർജറി ആയിരുന്നു. പക്ഷേ സർജറിയുടെ റിപ്പോർട്ട് വന്നപ്പോൾ പാത്തോളജിക്കൽ റിപ്പോർട്ടിൽ അതൊരു തൈറോയ്ഡ് ക്യാൻസറിൻ്റെ കാര്യങ്ങൾ സെൽസ് ഉണ്ടായിരുന്നു, പാപ്പിലറി കാർസിനോമ അതിൽ ഡിറ്റക്റ്റ് ചെയ്തു. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വളരെ അധികം തളർത്തി. കാരണം എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങൾ എൻ്റെ സിസ്റ്ററെ പോലെ തന്നെയായിരുന്നു. അപ്പോൾ 2 പേർക്കും ഒരേ സമയം വന്നത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അത് കഴിഞ്ഞ് ചേച്ചിക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം ട്രീറ്റ്മെൻറ്റിന് മുമ്പായിട്ട് അച്ഛനെ വന്ന് കാണാനായിട്ട് ഇവിടെ വന്നു. ചേച്ചി ഉടമ്പടി എടുത്തു. ചേച്ചി ഉടമ്പടി എടുക്കാൻ വരുന്നത് മെയ് 25-ാം തീയതി 2023 മെയ് 25-നാണ്. ചേച്ചിക്ക് കൂട്ടായിട്ട് ഞാൻ വന്നു. ചേച്ചി ഉടമ്പടി എടുക്കാൻ പോണ സമയത്ത് ഞാനിവിടെ താഴെ ഇരുന്നു. അപ്പോഴും ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോഴും എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയില്ല. അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. കുറേ നേരം വെറുതെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവേ, ഇവിടെ എന്താണ്? ഞാൻ മാതാവിലും ഈശോയിലും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്, പക്ഷേ ഇവിടെ എന്താണ് സത്യത്തിൽ? എനിക്ക് മാതാവ് ഒന്ന് വെളിപ്പെടുത്തി തരുമോ എന്ന് ഞാൻ ചോദിച്ചു. ആ നിമിഷം എൻ്റെ ചെറിയ മകൻ്റെ സ്റ്റിനറ്റ് എന്നുള്ള ഒരു പേരാണ് എൻ്റെ വായിൽ വന്നത്. ഇതെന്താ എൻ്റെ നാവിൽ അങ്ങനെ വരുന്നതെന്ന് ഞാൻ ആലോചിച്ചു. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, എൻ്റെ മകന് +2 റിസൾട്ട് വന്നിട്ടുണ്ട്, 80% മാർക്കായിരുന്നു. അന്ന് ഞാൻ ദൈവത്തോട് മാതാവിനോട് ആവശ്യപ്പെട്ട അതേ മാർക്ക്. അതിനുശേഷം ചേച്ചി ഉടമ്പടി എടുത്തിട്ട് താഴെ വന്ന് ഈ റിപ്പോർട്ട് കൊണ്ടാണ് വന്നിരിക്കുന്നത്. നമ്മളന്ന് ഉടമ്പടി എടുത്താൽ മാത്രമാണ് നമുക്ക് അച്ഛനെ ബ്ലെസ്സിങ്സ് വാങ്ങാൻ പറ്റുള്ളൂ.
അതിന് ചേച്ചി ഉടമ്പടി എടുത്തതിന് ശേഷം അച്ഛനെ കാണാനായിട്ട് ആ റൂമിൽ ടോക്കൺ എടുക്കാൻ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ചേച്ചിക്ക് ടോക്കൺ കിട്ടിയില്ല. കാരണം ഫസ്റ്റ് നമ്മളുടെ ഉടമ്പടി എടുത്ത സെയിം ഡേ തന്നെ ശരിക്കും അന്ന് പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമല്ല അച്ഛനെ കാണാമെന്നുള്ളത്. ചേച്ചിയുടെ പുറകിൽ ഒരു അമ്മയും മകളും ഉണ്ടായിരുന്നു. ചേച്ചി പുറത്തേക്ക് ഇറങ്ങി കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ, പക്ഷേ ഈ റിപ്പോർട്ട് പുറകിൽ നിന്ന് മകൾ ശ്രദ്ധിച്ചിരുന്നു. ആ മകൾ പുറത്തേക്ക് വന്ന റിപ്പോർട്ട് ചേച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. അതൊരു ENT ഡോക്ടറായിരുന്നു. അവർ ആ റൂമിലേക്ക് കയറി ചെന്ന് അതിൻ്റെ കാര്യത്തിൻ്റെ ഗൗരവം പറഞ്ഞു. ചേച്ചിക്ക് അച്ഛനെ കാണാൻ പറ്റി, അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങാനും സാധിച്ചു. അതിനുശേഷം ഞാൻ ചേച്ചി അച്ഛൻ്റെ അടുത്ത് ബ്ലെസ്സിങ് വാങ്ങാൻ വരുമ്പോൾ ഞാൻ പുറത്തേക്ക് നിന്നു. പുറത്ത് നിന്ന് ആ മാതാവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ അമ്മയും മകളോടും അവർ ഓൺ ദ വേ, ഞങ്ങൾ പോകുന്ന വഴിയാണ്, അപ്പോൾ അവരെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അവരെ ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത്. ആ മകളോട് ഞാൻ വെറുതെ ചോദിക്കാം, അതൊരു ഡോക്ടറാണ്, ENT ഡോക്ടറാണ്. ഞാൻ ചോദിക്കാം, മകളെ എനിക്കെന്തെങ്കിലും വിഷമമുണ്ടോ, ഇവിടെ ഒന്ന് തൊട്ട് നോക്കാവോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ നെക്കൊന്ന് കാണിച്ചു കൊടുക്കുക. ആ കുട്ടി വിരൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തൊട്ടു. അപ്പോൾ മകൾ പറയാണ്, ആൻറ്റി എന്തായാലും ഒരു സർജനെ ഒന്ന് കാണിച്ചോളൂ. അതും ഒരു സാധാരണയായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. കാരണം അതുവരെ ഞാനൊരു അധ്യാപികയായിരുന്നിട്ട് പോലും 23 വർഷത്തെ സർവീസിനിടയിൽ എനിക്കൊരു ശബ്ദം കുറയുകയോ ശബ്ദം അടച്ചിലോ ഒരു കുത്തി ചുമയോ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം തൈറോയിഡിൻ്റെ പ്രോബ്ലം എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെയാണ് സാധാരണ സിംറ്റം കാണിക്കുക. എനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പോയി ഈ മകളുടെ, അതായത് എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങൾക്ക് വേണ്ടിയിട്ട് 29-ാം തീയതി ഡോക്ടർക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ സർജറിയുടെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഞാനും കൂടി ചെല്ലുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് പോയത്. ഈ മകളുടെ കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഈ മകളോട് പുറത്തിരിക്കാൻ ഞാൻ പറഞ്ഞു. പുറത്ത് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ മകളുടെ കാര്യങ്ങൾ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ എന്ന് കരുതി ഞാൻ ഡോക്ടറുടെ അടുത്ത് എല്ലാം ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, ബ്രസ്റ്റ് റിമൂവ് ചെയ്യേണ്ടി വരും, കുറച്ച് കീമോ ഒക്കെ എടുക്കണം, റേഡിയേഷനൊക്കെ വേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ കുറച്ചൊക്കെ അറിഞ്ഞിരുന്നെങ്കിലും ആ സമയത്ത് അതെന്നെ വല്ലാതെ വിഷമിപ്പിച്ചു. അത് കഴിഞ്ഞ് ഞാൻ എഴുന്നേക്കണേക്കാളും മുമ്പ് ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ഒന്ന് എൻ്റെ തൊണ്ടയിലൊന്ന് നോക്കുമെന്ന് പറഞ്ഞു. ഡോക്ടർ കൈവച്ച് നോക്കി. ആ നിമിഷം ഡോക്ടർ പറഞ്ഞത്, ടീച്ചറെ ഇത് ഇന്നലെയും തുടങ്ങിയതല്ല, ഒരുപാട് വർഷങ്ങളായിട്ട് ഉള്ള ബുദ്ധിമുട്ടാണ്. ഏറ്റവും ഇമ്മീഡിയറ്റായിട്ട് നാളെ തന്നെ നെക്ക് സ്കാനിങ്ങും FNACയും ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ FNAC എന്തിനാണ് ചെയ്യണത് ഡോക്ടറിന് ചോദിച്ചു. അത് ചെയ്യണമെന്ന് പറഞ്ഞു. നിങ്ങൾ ആദ്യം FNACക്ക് കൊടുത്തിട്ട് സ്കാൻ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. FNACക്ക് കൊടുത്തിട്ട് നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ സ്കാനിങ് ചെയ്യാനായിട്ട് പോയി. സ്കാൻ ചെയ്ത് സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് വിതിൻ 1 hour കിട്ടി. ആ റിപ്പോർട്ടിൽ സജസ്റ്റഡ് ഫോർ FNAC എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഊഹിച്ചു എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന്. 4th ഡേ ആണ് FNACയുടെ റിസൾട്ട് കിട്ടിയപ്പോൾ സെയിം സംഭവം ചേച്ചിയുടെ പോലെ തന്നെ എനിക്കും തൈറോയ്ഡ് ക്യാൻസർ. ആ 3 ഞങ്ങൾക്ക് ഒരേ കുടുംബത്തിലുള്ള ഞങ്ങളുടെ 3 കാര്യങ്ങൾ എന്നെ വല്ലാതെ തളർത്തി. പക്ഷേ അപ്പോഴും ഞാൻ ഡോക്ടറോട് ഒരു ജൂൺ 2-ാം തീയതിയാണ് ഡോക്ടറെ ഞാൻ കാണുന്നത് ഈവനിങ്ങിൽ. ഡോക്ടറോട് ഞാൻ പറഞ്ഞു, ഇല്ല എനിക്ക് ധൈര്യമുണ്ട്, എൻ്റെ മാതാവ് എൻ്റെ ഈശോ എന്നെ കാക്കും. അപ്പോൾ ഡോക്ടറും പറഞ്ഞു ധൈര്യമായിട്ട് പോയൊരു. ഡോക്ടർ പറഞ്ഞു ഒരു കാരണവശാലും തൃശ്ശൂരൊന്നും നമുക്ക് സർജറി വേണ്ട, എറണാകുളത്ത് ഡോക്ടർ നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. നെക്സ്റ്റ് ഡേ 3-ാം തീയതി ജൂൺ 3-ാം തീയതി 2023 ജൂൺ 3-ാം തീയതി ഞാൻ എൻ്റെ ബ്രദർ ഉണ്ടായിരുന്നു, മൂത്ത ബ്രദർ കൂടെ ഉണ്ടായിരുന്നു. ബ്രദറിനോട് പറഞ്ഞു, ഞാൻ ആദ്യം ഹോസ്പിറ്റലിലേക്കല്ല, ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കട്ടെ എന്ന് പറഞ്ഞു. 3-ാം തീയതി ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. അതിനുശേഷമാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നതും ഡേറ്റ് ഫിക്സ് ചെയ്യുന്നതും. അങ്ങനെ അതിലൊക്കെ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. കാരണം ഒരു റെപ്യൂട്ടഡായിട്ടൊരു ഹോസ്പിറ്റലാണ്. നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈ തൈറോയ്ഡ് ക്യാൻസറൊക്കെ അവരുടെ മുമ്പിൽ ഏറ്റവും ലീസ്റ്റ് ബോധേഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അവർ നമുക്ക് ഡേറ്റും തരില്ല, ഒരു 1 monthന് ശേഷമേ തരുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് എൻ്റെ ബ്രദറിൻ്റെ വൈഫും പുറത്ത് പോയി, എനിക്ക് കാര്യങ്ങളുണ്ട്, ഞാനൊരു അധ്യാപികയാണ്, ജൂൺ 3-ാം തീയതി ആയിട്ടുള്ളൂ, ക്ലാസ്സിൽ പോകാൻ കഴിയില്ല, എനിക്ക് 2 ആൺകുട്ടികളാണ്. ഇതെല്ലാം പറഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഡോക്ടർ അവിടെ സർജറിക്ക് വേണ്ടി കൊടുത്ത പേഷ്യൻസിനെ വിളിച്ച് ഡേറ്റ് മാറ്റി എനിക്ക് എത്രയും പെട്ടെന്ന് നെക്സ്റ്റ് വീക്കിൽ തന്നെ ഒരു 15th കൂടി തന്നെ 15th എനിക്ക് സർജറി സാധ്യമായി. 14-ാം തീയതി ഞാൻ അഡ്മിറ്റായി, 15-ാം തീയതി സർജറി കഴിഞ്ഞു, 17-ാം തീയതി. അപ്പോൾ നമ്മൾ അറിഞ്ഞിട്ടാണ് ഓൾറെഡി എനിക്ക് എൻ്റെ ശരീരത്തിൽ തൈറോയ്ഡ് ഗ്ലാൻഡിൽ ക്യാൻസർ സെല്ലുണ്ടെന്ന് അറിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു സർജറി ആയിരുന്നു. മാക്സിമം ക്ലീനായിട്ട് ചെയ്തു. എങ്കിൽ തന്നെയും അത് കഴിഞ്ഞിട്ട് റിപ്പോർട്ട് വന്നു. അതിനുശേഷം നമുക്കൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു റേഡിയോ അയഡിൻ തെറാപ്പി എനിക്കും ചേച്ചിക്കും ഓരോ ഡോസ് വേണ്ടി വന്നു. 6 മാസത്തിന് ശേഷമുള്ള ജാനുവരി 4-നുള്ള ഞങ്ങളുടെ വീണ്ടും സ്കാനിങ് ഉണ്ടായിരുന്നു. ആ സ്കാനിങ്ങിൽ ഞങ്ങൾക്ക് 2 പേർക്കും അബ്സല്യൂട്ട്ലി നോർമലാണ്, നെഗറ്റീവാണ് റിപ്പോർട്ട്. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററിനും
ഇത് എല്ലാം കഴിഞ്ഞിട്ട് റേഡിയേഷനും എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഹോർമോൺ ടെസ്റ്റ് ഉണ്ടാവും. ആ ടെസ്റ്റിൽ പോസിറ്റീവ് ആണെങ്കിൽ 5 to 7 years നമുക്ക് മെഡിസിൻ കഴിക്കേണ്ടി വരും. നോർമലി അങ്ങനെയൊക്കെ കഴിക്കേണ്ടി വരും. പക്ഷേ ഈ സഹോദരിക്ക് അത് നെഗറ്റീവായിരുന്നു. ആ മോൾക്കും മെഡിസിൻ ഒന്നും തന്നെ ഇല്ല. ഇതിൻ്റെ ഇടയിൽ ഇതാണ് എൻ്റെ സാക്ഷ്യം, ഇത്രയും 4 സാക്ഷ്യങ്ങൾ. അതിൻ്റെ ഇടയിൽ എൻ്റെ മൂത്ത ബ്രദറിൻ്റെ മകന് മാരേജ് കുറച്ച് ഡിലേ വന്നപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം നിയോഗം വെച്ചിരുന്നു. സമയത്തിൻ്റെ മേൽ അധികാരമുള്ള മാതാവേ, ഡിസംബർ 31 2023 ഡിസംബർ 31 ഈ മകൻ്റെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ എനിക്കൊരു ഉറപ്പ് നൽകി അനുഗ്രഹിക്കണമെന്ന്. അതുപോലെ തന്നെ ഡിസംബർ 30 മകൻ്റെ മാരേജ് ഫിക്സേഷൻ കഴിഞ്ഞു. ഈ ലാസ്റ്റ് ഏപ്രിൽ 14 മകൻ്റെ മാരേജും കഴിഞ്ഞു. സന്തോഷമായിട്ടിരിക്കുന്നു. പിന്നെ ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്, അതിൻ്റെ ഇടയിൽ മോന് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നുണ്ടായിരുന്നു ഈ മകൻ. 3 പേപ്പറും കിട്ടി. ഇനി ഒരു പേപ്പർ നെക്സ്റ്റ് 24th എക്സാമാണ്, ഈ മെയ് 24th എക്സാമാണ്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാൻ കൃപാസന പത്രം നമ്മുടെ തൃശ്ശൂർ മാർക്കറ്റിലൊക്കെ കൊടുക്കാറുണ്ട്. കുറച്ച് വിഷമമുള്ള കാര്യങ്ങളൊക്കെയാണ്, എന്നാലും സൺഡേസിലൊക്കെ ഞാൻ കൊടുക്കും. എനിക്ക് എന്താ പറയുക, എൻ്റെ വീക്ക് ഡേയ്സിലുള്ള ടൈമിങ്ങൊക്കെ ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളാണ്. അപ്പോൾ അത് അങ്ങനെ കൃപാസനം പത്രം കൊടുക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഫുഡ് ഞാനും മക്കളും കൂടിയിട്ട് ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഒരു ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോഴോ 10 പാക്കറ്റ് ഫുഡ് ഉണ്ടാക്കി ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കും. പിന്നെ അതുപോലെ ഫുഡ് കൊടുക്കുന്ന ഒരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. നമുക്ക് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് അവർക്ക് കൊടുക്കും. അതുപോലെ എൻ്റെ സ്കൂളിൽ പാവപ്പെട്ട കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അങ്ങനെ ചെയ്യും. ഇതൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തികളും. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. ഞങ്ങളുടെ കുടുംബത്തിൽ കഴിഞ്ഞ ഈ വർഷം ഈ നേരത്തെ അനുഭവിച്ച മാനസിക വ്യഥ എല്ലാം ഒരു വർഷത്തിനുള്ളിൽ എല്ലാം പൂർണ്ണമായിട്ട് ഞങ്ങളെ മാറ്റി തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ സാക്ഷി